ഹലോ ഗൈസ്, നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മളെ പുറകിൽ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മളെ ചോട്ടൂന് നമ്മളൊരു കൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ചോട്ടൂൻ്റെ കൂട്ട്. ഇത് മെയിലാട്ടോ. ചോട്ടു ഫീമെയിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ആ കൂട്ടിലേക്ക് ഇട്ടപ്പോൾ രണ്ടും കൂടി ഒരു യോജിപ്പില്ല. ഇതിനെ അത് ഭയങ്കര നമ്മളെ ചോട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യണം. ചോട്ട് ഇതാക്കണം അതിനെ കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കാം കേട്ടോ. രണ്ടും ഒരേ മാതിരിക്കും കേട്ടോ. കുറഞ്ഞ വ്യത്യാസങ്ങളേ ഉള്ളൂ. കുറഞ്ഞ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എന്താ ഇവൻ്റെ കാലിൻ്റെ നഖങ്ങളൊക്കെ കുറച്ച് വലിപ്പമുണ്ട്. പിന്നെ കാലിന് നമ്മളെ ചോട്ടിൻ്റെ അത്ര ഒരിതില്ല. നമ്മളെ ചോട്ടിൻ്റെ കാല് കാണിച്ചാൽ നമ്മളെ ചോട്ടിൻ്റെ കാല് അടിപൊളി കാലാണ്. കുറച്ച് വണ്ണൊക്കെ ഉണ്ട്. മണി ചോട്ട് നമ്മളിങ്ങനെ ഇതാക്കണം ഭയങ്കര കുറുമ്പാട്ടാ ചോട്ടു. ഇവന് കുറച്ച് കണക്കൊക്കെ ഉണ്ട് കേട്ടോ. പിടിച്ചപ്പോൾ നമ്മളെ കടിക്കൊന്നും ചെയ്തില്ല. നമ്മൾ കൈയിട്ട് നോക്കാം. 8 മണി കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കടിക്കണമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു പേടിയുണ്ട് സ്ഥലം മാറിയതിൻ്റെ. ചെറിയ ഇണക്കുള്ള തന്നെ ഒരു കിളിയാട്ടത്. ശരിക്ക് ഫേസൊക്കെ നമ്മൾ ചോട്ടിൻ്റെ ഏകദേശം കട്ടൊക്കെ ഉണ്ട്. പിന്നെ ചോട്ടിനെ വേണ്ടി പ്രായമുണ്ട് തോന്നുന്നു കേട്ടോ. നമുക്കൊന്നും കൂടി അങ്ങോട്ട് ഇട്ട് നോക്കണം. ഞാൻ ആരെങ്കിലും വരണം. അപ്പോൾ ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതാക്കണ നമ്മളെ മിട്ടിട്ട് കൊക്കോ എല്ലാവരും നമ്മൾ ഇവരെ കൂട്ടങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളെ ചോട്ടു പോയിട്ട് ഒരു ദിവസം രാവിലെ പോയിട്ട് അന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ കിട്ടിയ വീഡിയോ ഇടാൻ വിട്ടുപോയി. അതായത് ഓരോ തിരക്കിലും പിന്നെ സുഖമില്ലായ്മയൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടില്ല. അങ്ങനെ പോയിട്ട് നമ്മൾ മേലെ കുറച്ച് 2-3 വീട് അപ്പുറം ഒരു വീട്ടിലേക്ക് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ചെന്നെന്ന് പറഞ്ഞു. അപ്പോൾ പഴം കാണിച്ചപ്പോൾ നല്ല വിശന്നിരുന്നു. അപ്പോൾ നേരെ പോലെ മേത്തേക്ക് കണ്ട് കയറിയത്. അതിനിപ്പോൾ അടുത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ കൈ കിട്ടിയ ചോട്ടു ഓനെ സൈസാക്കും കേട്ടോ. അവൻ്റെ നഖത്തിനൊക്കെ നല്ല നീട്ടുണ്ട്. നല്ല ഏജ് കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കിട്ടി. അപ്പോൾ ആർക്കും അങ്ങനെ തരാനൊന്നും വലിയ ഉഷാറൊന്നും ഇല്ല. എന്നാലും നമ്മളെന്താ ഈ ഒരു പൂട്ടൊക്കെ വാങ്ങി അതിന് പൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാക്കണം, ഈ പൂട്ട് വാങ്ങി ഇതിന് ഈ പൂട്ട് ആക്കി മറ്റേന് ആ പൂട്ട് വെച്ചിട്ടോ. ഇതിലുള്ള പിഞ്ചസൊക്കെ ഇതാക്കണം. ഇവരെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിഞ്ചസിൻ്റെ ഒക്കെ സ്ഥിതി ഉണ്ടാവുന്ന ഒരു പിടുത്തല്ല കേട്ടോ. പിഞ്ചസൊക്കെ ഇപ്പോൾ ഉഷാറാണ്. പിഞ്ചസും ചോട്ടൊക്കെ നല്ല സ്നേഹത്തിലാട്ടോ. പിന്നെ അതിൽ നമ്മളെ അമ്മക്കിളി അതിൻ്റെ ഉള്ളിലുണ്ട് 4 മുട്ടയുണ്ട് കേട്ടോ. നമ്മളിതിലുള്ള പിഞ്ചസ് കൂടുണ്ടാക്കുന്ന തിരക്കിലാണ്. കുറച്ച് ഓലയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ കുറച്ച് ഓല ഇതൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതെടുത്തിട്ട് അതാക്കണ സൈഡിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാട്ടയാണ് ഞാൻ മുറിച്ച് വെച്ചത്. അതിൽ കൊണ്ടിട്ട് അങ്ങനെ വെക്കും. അതിൽ വെക്കും. നമ്മളെ മറ്റേ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ഫീമെയിൽ കൂട്ടിൽ നിന്ന് ഇറങ്ങും. അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ കൂട്ടിൽ കൊണ്ടുവെക്കും. ഇത് നമ്മളെ കുട്ടി കേട്ടോ. ഈ മഞ്ഞ യെല്ലോ കുട്ടിയാണ്. അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന കുട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ. ഇപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ മാമന്. അപ്പോൾ മൂപ്പർക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ കൊടുക്കാൻ നിൽക്കുന്നു. അപ്പോൾ മൂപ്പർക്ക് വേണമെന്നുണ്ടപ്പോൾ അങ്ങനെ അവിടെ വെച്ചു.
നമ്മൾ ടുട്ടു. അപ്പോൾ നമുക്ക് ഉമ്മച്ചി വന്നിട്ടുണ്ട്. അപ്പം നല്ല ക്യാമറ പിടിക്കാനുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം നമ്മളെ ഷോട്ടിനുണ്ടാക്കാം, അല്ല ഇവനെന്താക്കാം, അങ്ങോട്ട് ഇട്ട് നോക്കാം. ഒന്നും കൂടി നമുക്ക് ഇട്ടോ. ഇതിന് എടുക്കൊരു ടാസ്ക്കാണ്. നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി നോക്കാം. ഞാൻ നേരത്തെ ഇട്ടപ്പോൾ നല്ല കൊത്താണ്, വേക്കിലായിരുന്നു കൊത്താണ്, രക്ഷയില്ല. കുറച്ച് നേരം അങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ റെഡി ആവുമെന്ന് നമുക്ക് നോക്കാം. അതിന് ഭയങ്കര പേടി. ഓ ദേഷ്യം നോക്കി മാറ്റേണ്ടി വരും അല്ലേ. അതിനാണെങ്കിൽ പുതിയ കൂടായിട്ട് പറഞ്ഞെങ്ങോട്ടാ പോകേണ്ടതെന്ന് ഐഡിയ ഇട്ടില്ല. ചോട്ട് പാടിയിട്ടുവേ. ചോട്ട് തന്നെ നമ്മളോട് വരെ ഭയങ്കര ദേഷ്യമായിട്ട് കാണിക്കണേ. ഇങ്ങനെയൊന്നും ഇല്ലേനു. ഉമ്മച്ചൊക്കെ കൈ വെക്കുമ്പോഴാണ് ഉമ്മച്ചിൻ്റെ കയ്യിന് ദേഷ്യം പിടിച്ചു. ചോട്ട് പണി ചോട്ട് എന്താണ് 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 എന്നോട് വലിയ ഇതില്ല കേട്ടോ, വലിയ ദേഷ്യം കാണിക്കില്ല. കൊത്താൻ കാണിക്കുന്നുണ്ട്, എന്നാലും അങ്ങനെ ഒരു ഇത് കാണിക്കില്ല. ഉമ്മച്ചി കൈ വെക്കുമ്പോൾ മാത്രം ഉമ്മച്ചിനോട് ബാ മോൻ ചോട്ടു ചോട്ടു. ഉമ്മച്ചി കൈ വെക്കുമ്പോൾ ഉമ്മച്ചിനോട് ഭയങ്കര ദേഷ്യം കാണിക്കുക. കുറച്ച് നേരം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മറ്റേ ആൾ ഇതാക്കണം, ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടെ കളി ഇങ്ങനെ മാറുമ്പോൾ മാത്രം കൂട് മാറ്റിയേക്കാം. മറ്റേ കൂട് കുറച്ച് നേരം കൂടി നോക്കാം. എന്തായാലും ഇപ്പോൾ പൂട്ടുന്നില്ല, പൂട്ടവിടെ വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്താവും. മഴ വരുമ്പോൾ നനയാണ്ടിരിക്കാൻ അത് കെട്ടി കൊടുക്കും. ഇന്ന് കിട്ടിയല്ല, ഇന്ന് കിട്ടി. ഷോട്ട് അവനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. എടാ ചക്ക എടാ ചക്ക എടാ. ഇപ്പം കണ്ടു തോന്നുന്നു. ഇപ്പം ശ്രദ്ധിച്ച്. ഇത്ര നേരം ശ്രദ്ധിച്ചിട്ടില്ല ഇത്. അയ്യോ ഞാനാ കാണിച്ചു കൊടുത്തത്. അതൊക്കെ ഭയങ്കര അറ്റാക്കിംഗ് ആണല്ലോ. മാറ്റിയിടേണ്ടി വരുമോ? അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇതാക്കി വയ്ക്കില്ല മേ. തുറുമ്പ് കൂടുതലാണ്. കമ്പിയൊക്കെ കൊത്തി നോക്കി. കമ്പി കൊത്തിയിട്ട് എൻ്റെ സൗണ്ട് ഞാൻ കേൾക്കാം. ടക്ക് ടക്ക് ടക്ക്. ദേഷ്യം കൊണ്ട് കുത്തി കാല കടിക്കുമോ? പൊന്നുമണി പൊന്നുമണി എന്താണ് 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 തോട്ടുമണി എന്താണ് എന്താ എന്താ എന്തിനാ കടിക്കണേ? എന്തിനാ കടിക്കണേ? ചോട്ടു 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 ചോട്ടു. എല്ലാം അടിക്കണ്ട കേട്ടോ. ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യം. നമുക്ക് അവർക്ക് ഫുഡൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പോൾ ഒറ്റക്കായ കൊണ്ട് ഫുഡ് കൊടുക്കണമെന്നും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫിഞ്ചസുകളാണ്. ഫിഞ്ചസുകളെല്ലാവരും കൂടി അവിടെ വെക്കുക.
എന്തായാലും കുറച്ച് നേരം അങ്ങനെ നിൽക്കട്ടെ, കുറച്ച് കൊത്തും കൊള്ളേണ്ടി വരും. അപ്പോൾ ഇവർ ജോയിൻ്റ് ആയാൽ നമ്മളെന്താക്കാം, വീഡിയോ ഇടുക, അല്ലെങ്കിൽ ഞാനൊന്ന് മാറ്റും. നമ്മളെ മിട്ട് ഇതാക്കണം, ഇവിടെ വെക്കണം. മിട്ട് സൺഫ്ലവറിൻ്റെ സീഡ് ഫുഡ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷം അവർ ആകണം. അങ്ങനെ നിൽക്കട്ടെ എന്തായാലും. പിന്നെ എൻ്റെ പുറകിൽ നടന്നിട്ട് കൊത്താനുള്ള പരിപാടിയാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ മിങ്കിളായിക്കോളും തോന്നും. തിരിച്ച് കൊത്തണില്ല, അതാണ് പ്രശ്നം. ആരിങ്ങനെ കൊത്താൻ വേണ്ടി ഇട്ട് കൊടുക്കാനൊന്നും തോന്നരുത് കേട്ടോ. അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു 2 കിളികൾ തമ്മിൽ അങ്ങനെ തന്നെ ആയിരിക്കും. പെട്ടെന്നൊന്നും ജോയിൻ്റ് ആയി പോകില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ എന്തായാലും അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നോക്കാം നമുക്ക് കേട്ടോ. ഒന്നും കൂടി എന്താവും എന്നുള്ളതെന്ന് നോക്കിയിട്ട് ഞാൻ ചിലപ്പോൾ ചെറിയ കൂട്ടിലേക്ക് തന്നെ മാറ്റും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ബൈ.